നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സുഖം. ഇൻ്റർനാഷണൽ ബ്രേക്ക് വരികയാണല്ലോ. ബ്രസീലിൻ്റെ രണ്ട് കളികൾ രണ്ട് വമ്പൻ ടീമുകളോടാണ്. സമീപകാലത്തൊന്നും യൂറോപ്പിലെ വമ്പന്മാരോട് അങ്ങനെ ഏറ്റുമുട്ടിയിട്ടില്ല. വേൾഡ് കപ്പ് അങ്ങനെയുള്ള ടൂർണമെൻറ്റുകളിൽ ഒഴികെ സൗഹൃദ മത്സരങ്ങൾക്ക് പൊതുവെ യൂറോപ്യൻ ടീമുകൾ അങ്ങനെ ലഭിക്കാറില്ല. അവർക്കവിടെ അവരുടെ കോമ്പറ്റീവ് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഫ്രണ്ട്ലി മത്സരങ്ങൾ അവർ കളിക്കുന്നു. ബ്രസീലിന് കിട്ടിയിരിക്കുന്ന രണ്ട് മികച്ച എതിരാളികളെയാണ്. ഒരു കളി ഇംഗ്ലണ്ടിനെതിരെ, മറ്റൊരു കളി സ്പെയിനെതിരെ. നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അവസ്ഥ അത്ര മികച്ചതല്ല എന്നതെല്ലാവർക്കും അറിയാം. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർ പാടുപെടുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ കോപ്പ അമേരിക്ക അടുത്തു വരുന്ന ഈ സന്ദർഭത്തിൽ യൂറോപ്പിലേക്ക് ഒരു ടൂർ നടത്തി അവിടുത്തെ വമ്പൻ ടീമുകളോട് വമ്പൻ പരാജയം ഏറ്റുമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ബ്രസീലിയൻ ടീമിനെ മാനസികമായി തകർക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ കോച്ച് ഡൊറിവാൾ ജൂനിയറിന് മുന്നിലുള്ള ആദ്യത്തെ ദൗത്യം തന്നെ വളരെ അധികം ടഫായിട്ടുള്ള ഒന്നാണ്. ബ്രസീൽ ടീം എങ്ങനെ കളിക്കും എന്നുള്ളത് ആരാധകരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ അത്രയും വിനി ജൂനിയറിലാണ്. വിനീഷ്യസ് ജൂനിയർ ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് വിനി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. റയൽ മാഡ്രിഡിന് വേണ്ടി മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിനീഷ്യസ് ജൂനിയർ. മാത്രമല്ല ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങർ എന്ന രൂപത്തിൽ പോലും അദ്ദേഹത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു താരം ബ്രസീലിൻ്റെ ടീമിലുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങളാണ് ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഏറ്റവും അധികമുള്ളത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും. അവർക്ക് പരിചിതമായിട്ടുള്ള ചുറ്റുപാടുകളിലാണ് കളി നടക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ വിനീഷ്യസ് ജൂനിയറൊക്കെ തൻ്റെ പൊട്ടൻഷ്യൽ ദേശീയ ടീമിന് വേണ്ടി പുറത്തെടുത്തേ പറ്റും. ആരാധകർ അതാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും വിനീഷ്യസ് ജൂനിയറിനെതിരെ വിമർശനങ്ങൾ വരാറുണ്ട്. റയൽ മാഡ്രിഡിൽ അദ്ദേഹം പുലിയാണ്, പക്ഷെ ബ്രസീലിൻ്റെ ജേഴ്സി അണിയുമ്പോൾ അദ്ദേഹം എലിയായി മാറുന്നു എന്ന്. അത് പറ്റില്ല. അദ്ദേഹം ബ്രസീലിൻ്റെ ദേശീയ ടീമിനായിട്ടും മിന്നുന്ന പ്രകടനം നടത്തിയേ പറ്റൂ. വിനി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഇതിൽ സങ്കടമുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അത്ര മികച്ച പ്രകടനം നടത്താൻ പറ്റാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്ന് വിനി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാറി സ്വയം ചുമതലകൾ ഏറ്റെടുത്ത് മികച്ച പ്രകടനം നടത്തേണ്ട സമയമായിരിക്കുന്നു. പ്രത്യേകിച്ച് നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്കക്കും തിരികെ എത്തില്ല എന്ന സൂചന ബ്രസീലിലെ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ നൽകിക്കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഫോമിൻ്റെ പാരമ്യതയിലാണ് ഇപ്പോൾ വിനി ജൂനിയർ ഉള്ളത്. കഴിഞ്ഞ 4 കളികളിൽ നിന്ന് മാത്രമായിട്ട് അദ്ദേഹം റയൽ മാഡ്രിഡിനായിട്ട് 6 ഗോളുകളാണ് നേടിയതെന്ന് മാത്രമല്ല, ഈ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള താരം വിനി ജൂനിയർ ആണ്. കൃത്യമായ കണക്കിലേക്ക് നോക്കിയാൽ 28 കളികളെല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹം കളിച്ചിട്ട് 18 ഗോളുകളും 6 അസിസ്റ്റുകളും നേടിക്കഴിഞ്ഞു. 85% അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് സക്സസ് റേറ്റ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 90 മിനിറ്റ് ആണ് ഗോൾ പെർ മിനിറ്റ്സിൻ്റെ ആവറേജ് വരുന്നത്. ചുരുക്കത്തിൽ മികച്ച ഫോമിൽ ആ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം ഉള്ളത്. അങ്ങനെ ക്ലബിൽ മാത്രമല്ല ദേശീയ ടീമിനായിട്ടും തനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വിനീഷ്യസ് ജൂനിയർ തെളിയിക്കേണ്ട സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണ് എന്താണ് ദേശീയ ടീമിനായിട്ടുള്ള വിനീഷ്യസ് ജൂനിയറിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ എന്നുള്ളത്. അത് ഒട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിഭയോട് നീതി പുലർത്തുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 സെപ്റ്റംബർ 11 തിറ്റയാണ് അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എടുത്ത് അദ്ദേഹത്തിന് ഡെബ്യൂവിനുള്ള അവസരം കൊടുക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹം 26 മത്സരങ്ങൾ ബ്രസീലിനായിട്ട് കളിച്ചിട്ടുണ്ട്. എല്ലാ കളികളിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു എന്നല്ല പറയുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ശരിയാണ്. 26 കളികളിൽ നിന്ന് 10 അദ്ദേഹം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് കളിച്ചത്. ഈ 10 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലായിട്ട് 596 മിനിറ്റുകൾ കളിക്കളത്തിൽ ചെലവഴിച്ചിട്ട് താരത്തിന് നേടാൻ കഴിഞ്ഞത് 1 ഗോളും 1 അസിസ്റ്റുമാണ്. ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് 8 അദ്ദേഹം കളിച്ചു. 475 മിനിറ്റ് കളിക്കളത്തിൽ 1 ഗോളും 1 അസിസ്റ്റുമാണ് അവിടെയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. വേൾഡ് കപ്പിൽ 4 കളികൾ കളിച്ചു. 301 മിനിറ്റ് അദ്ദേഹം വേൾഡ് കപ്പിൽ ടീമിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 1 ഗോളും 2 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. കോപ്പ അമേരിക്കയിൽ അദ്ദേഹം 4 കളികൾ കളിച്ചു. ആകെ 64 മിനിറ്റ് അതിൽ കളിച്ചിട്ടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് റോളായിരുന്നു. അതിൽ ഗോളും ഇല്ല, അസിസ്റ്റും ഇല്ല. ടോട്ടൽ എടുത്ത് നോക്കുക, 1436 മിനിറ്റ് 26 കളികളിലായി ബ്രസീലിന് വേണ്ടി കളിച്ചിട്ട് വെറും 3 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ചുരുക്കത്തിൽ ഇതല്ല ബ്രസീലിയൻ ആരാധകർ ആഗ്രഹിക്കുന്ന വിനി ജൂനിയർ.
അദ്ദേഹത്തിന് മികച്ച പ്രകടനം ബ്രസീലിൻ്റെ ജേഴ്സിയിൽ കൂടി പുറത്തെടുക്കാൻ കഴിയണം. നെയ്മർ ജൂനിയർ ഇല്ലാത്ത സാഹചര്യത്തിൽ ടീമിൻ്റെ ചുമതല സ്വന്തമായിട്ട് ചുമലിലേറ്റാൻ അദ്ദേഹം തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. എന്തായിരിക്കും വിനീഷ്യസിന് ബ്രസീൽ ജേഴ്സി അണിയുമ്പോൾ പിന്നോട്ട് വലിക്കുന്നത് എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ വിദഗ്ധർ പലതവണ വിശകലനം ചെയ്തതാണ്. ബ്രസീലിയൻ ടീമിൻ്റെ ജേഴ്സിയുടെ ഭാരം, അമിത പ്രതീക്ഷയുടെ ഭാരം യുവതാരത്തെ തളർത്തുന്നുണ്ടോ എന്ന ചോദ്യം പലപ്പോഴായിട്ട് ഉയർന്നു വരാറുണ്ട്. കാരണം മഹാരഥന്മാരണിഞ്ഞ ജേഴ്സിയാണ് അദ്ദേഹത്തിന് അണിയേണ്ടി വരുന്നത്. അപ്പം അത് അദ്ദേഹത്തെ പുറകോട്ട് വലിക്കുന്നുണ്ടോ? എന്നാൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ? മഹാരഥന്മാരണിഞ്ഞ ജേഴ്സിയല്ലേ അദ്ദേഹം അവിടെയും അണിയുന്നത്, അവിടെ മികച്ച പ്രകടനം നടത്തുന്നുണ്ടല്ലോ. അപ്പം ദേശീയ ടീമിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും കളിക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഒക്കെ ശരിയാണ്. ഇപ്പം സ്ഥിരമായിട്ട് പരിശീലിപ്പിക്കുന്ന ആഞ്ചലോട്ടിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് പന്ത് കെട്ടുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബ്രസീൽ ടീമിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ടിറ്റെ മാറിയതിനു ശേഷം എത്ര പേര് വന്നു. ആദ്യത്തെ മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ അവരുടെ ജൂനിയർ ടീമിൻ്റെ കോച്ചായിരുന്നു പരിശീലനം. അതിനുശേഷം ഫെർണാണ്ടോ ഡിനിസ് വന്നു. അതിനുശേഷം ഇപ്പം ഡൊറിവാൾ ജൂനിയർ വരുന്നു. പുതിയൊരു രൂപത്തിലേക്ക് അവരുടെ സിസ്റ്റങ്ങൾ മാറാൻ പോകുന്നു. അപ്പോൾ ഇതിനോടൊക്കെ വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവുക എന്നുള്ളത് പലപ്പോഴും താരങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ അവിടെയാണ് ഒരു ആവറേജ് പ്ലെയറും ഒരു ടോപ്പ് ക്ലാസ് പ്ലെയറും തമ്മിലുള്ള വ്യത്യാസം. സാഹചര്യങ്ങളോടും പുതിയ തന്ത്രങ്ങളോടും പെട്ടെന്ന് അഡാപ്റ്റഡായി കളിക്കാൻ കഴിയുന്നിടത്താണ് അയാളുടെ പ്രതിഭയും മികവും ഒക്കെ കാണിക്കേണ്ടത്. വിനി ജൂനിയറിന് അതിന് കഴിയണം. കാരണം റയൽ മാഡ്രിഡിൽ ശരിയാണ് ലോകോത്തര താരങ്ങൾക്കൊപ്പം കളിക്കുന്നത്. ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ നിരയിൽ പഴയ പോലെ മഹാരഥന്മാരായിട്ടുള്ള താരങ്ങളില്ലെങ്കിലും പ്രതിഭക്കൊട്ടും കുറവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വിനി ജൂനിയർ സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ. അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കാനുള്ള സമയവുമായി. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഏത് തരത്തിലുള്ള പ്രകടനമായിരിക്കും ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ അദ്ദേഹം പുറത്തെടുക്കാൻ പോകുന്നത്. ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം മാർച്ച് 23 രാത്രിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ സാങ്കേതികമായിട്ട് 24 പുലർച്ചെ 12:30. രണ്ടാമത്തെ കളിയാവട്ടെ മാർച്ച് 27 പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്ക് സ്പെയിനെതിരെയാണ് കളിക്കുന്നത്. ഈ മത്സരങ്ങളിൽ വിനി ജൂനിയർ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.